ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിങ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്തതിന് ശേഷം കമൻസും ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ ബീഫ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനിതിലോട്ടൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിന്നൊരു 1/2 കിലോ ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം പരിവായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാല ആഡ് ചെയ്യണം. കുറച്ച് തക്കോലം, ഏലക്ക, കറിയാമ്പൂ ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. കറുവാപ്പട്ട, ഇതൊന്നും ജസ്റ്റ് ഒന്ന് മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തത്. ഇനി നമ്മൾ പിന്നീട് ഇത് ഗരം മസാല പൊടിയൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിൽ ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എടുത്ത് ചതച്ചതാണേ. ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് പച്ചമുളകാണ് ചേർക്കാൻ പോകുന്നത്. ഞാനൊരു 7-8 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് സവാള ആഡ് ചെയ്യാം. ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, 2 എണ്ണം. അപ്പോൾ ഞാൻ സവാള നീളത്തിനാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ സവാള ഒന്ന് വഴറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. 1 സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ മതിയാകും. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വഴണ്ട് ഉടങ്ങി പോകേണ്ട ഒരു ആവശ്യവുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഞാനിതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മുടെ മുളക് പൊടിയൊക്കെ ഇപ്പം അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ടൊരു 1.5 സ്പൂൺ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്ത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ ബീഫും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് വീണ്ടും വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമ്മുടെ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ അരിപ്പൊക്കെ ബീഫിലോട്ട് നന്നായിട്ട് പറ്റി ചേർന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കുക്കറിൽ അടപ്പ് മൂടിയിട്ടൊരു 5 വിസിൽ വരുന്നത് വരെ ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടല്ലോ. ഇതെല്ലാം വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ 5 വിസിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ആണല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, see you next video. Bye bye, take care.